ഒടുവിൽ ചൈന മൗനം വെടിഞ്ഞു. ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്നുള്ള പ്രസ്താവനയും പുറത്തു വന്നു. കഴിഞ്ഞ ദിവസമാണ് ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത്. പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്തിയ രാജ്യമല്ല ചൈന. സ്വാഭാവികപരമായ രീതിയിൽ മാറി നിൽക്കുന്ന രാജ്യമാണ്. അറബ് രാജ്യങ്ങളുമായിട്ട് ചൈനക്ക് വല്ലാത്ത രീതിയിലൊന്നും ബന്ധമില്ല. പക്ഷേ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങളുമായിട്ട് അടുക്കാനും അറബ് രാജ്യങ്ങൾ തിരിച്ച് ചൈനയുമായിട്ട് അടുക്കാനും വലിയ രീതിയിലുള്ള താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ പ്രഖ്യാപനം തന്നെ യമന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ചൈനയ്ക്ക് വേണ്ടി തങ്ങൾ സൈനിക മേഖലയ്ക്ക് വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അവർക്ക് സൈനിക എയർപോർട്ടുകളോ സൈനികമായിരിക്കുന്ന മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾ തടസ്സം നിൽക്കുകയില്ല എന്നുള്ളൊരു പ്രസ്താവന ജിദ്ദയിൽ കൂടിയ ഉച്ചകോടിയോടനുബന്ധിച്ച് ഒമാൻ ചൈനയോട് പറഞ്ഞതോടുകൂടി അവർ തമ്മിലുള്ള അകലം വല്ലാത്ത രീതിയിൽ കുറയുകയും ചെയ്തു. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് അവസരത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതും അമേരിക്കക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി ഈ അവസരം തങ്ങൾക്ക് കനിഞ്ഞു കിട്ടിയതാണ് എന്നുള്ള വിലയിരുത്തലും ചൈനയുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായി. അതോടനുബന്ധിച്ചാണ് ഹമാസ് നേതാക്കളെ ചൈനയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്. അതിന് രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഹമാസ് ഈ ഗസയിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന ഇസ്രായേലിനെതിരെ പോരാടുന്ന സൈനിക വിഭാഗം, നമ്മൾ പല ഘട്ടങ്ങളിൽ ഹമാസ് മാത്രമേ കേട്ടിട്ടുള്ളൂ, പക്ഷേ 7ഓളം സംഘങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ തമ്മിൽ അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് പറയുന്നു. ആ ഭിന്നതകൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 7 വിഭാഗത്തെയും ചൈനയുടെ തലസ്ഥാനത്തിലേക്ക് ബീജിംഗിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചൈനയുടെ പ്രസിഡന്റും ബന്ധപ്പെട്ട അധികാരികളും നേരിട്ട് ചർച്ച നടത്തി. അത് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള വിഷയത്തിന് പരിഹാരമുണ്ടാക്കിയതിന് ശേഷം അറേബ്യൻ മേഖലയിൽ ഇത്തരമൊരു ചർച്ച ചൈന നടത്തുന്നത് ആദ്യമായിട്ടാണ്. അത് ലോകം വല്ലാത്ത രീതിയിൽ ആകാംക്ഷയോട് കൂടിയാണ് നോക്കിക്കണ്ടത്. ഇതൊക്കെ ഇതുവരെ നടക്കാത്ത ഒരു സംഭവമാണ്. കമ്മ്യൂണിസത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണമായിരിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ കാലത്തും അമേരിക്കയുടെ നയനിലപാടോടൊപ്പമാണ് ചേർന്ന് നിൽക്കാറുള്ളത്. പക്ഷേ പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്ക തങ്ങൾക്കെതിരെ തിരിയുന്നു എന്നുള്ളതും തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന വിഷയത്തിലൊക്കെ അവർ വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കുന്നു എന്നും തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് റഷ്യയോടും ചൈനയോടും ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം അറബ് രാജ്യങ്ങൾക്ക് തന്നെ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ഘട്ടത്തിൽ വലിയൊരു വെടി പൊട്ടിച്ചത്. അത് എന്ന് പറയുന്നത് സൗദി അറേബ്യ ഇറാനും തമ്മിലുള്ള പ്രശ്ന പരിഹാരമാണ്. അതിന് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ചൈനക്കും ഈ മേഖലക്കും ഉണ്ട്. അത് അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യോജിപ്പിന്റെ മേഖലയിലേക്ക് ഇസ്രായേലും അറബ് രാജ്യങ്ങളും യൂറോപ്യന്മാരും എത്തുന്ന സമയത്ത് റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ വല്ലാത്ത രീതിയിൽ സാമ്പത്തികപരമായ രീതിയിൽ പിന്നോക്കം പോകും എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. റോഡ് ഗതാഗതം പോലെ ഗതാഗതപരമായ രീതിയിൽ അറേബ്യൻ മേഖലയിൽ നിന്ന് യൂറോപ്പിലേക്ക് വാഹന ഗതാഗതം തുടങ്ങുന്നതിനെ കുറിച്ച് പോലും ആ ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. ഇതെല്ലാം മുറിഞ്ഞു വീണത് ഒക്ടോബർ 7 ആക്രമണത്തോടനുബന്ധിച്ചാണ്. പിന്നീട് കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത വിധം ഇസ്രായേലും അറേബ്യൻ രാജ്യങ്ങളും അകന്നുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ പ്രഖ്യാപിച്ചത് നമ്മൾ കേൾക്കാം. ഇസ്രായേലുമായിട്ട് ഒരു ബന്ധം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവണമെങ്കിൽ ഫലസ്തീൻ സ്വതന്ത്രമാവണം. ഇതുവരെ കേൾക്കാത്ത അറിയാത്ത ഒരു ശബ്ദമാണ് സൗദി അറേബ്യയുടേതായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് അന്താരാഷ്ട്ര രീതിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇസ്രായേലിനെതിരെ പരസ്യമായ രീതിയിൽ പിന്നീട് UAE ആ നിലപാട് തന്നെ പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യം ഫലസ്തീന്റെ സ്വാതന്ത്ര്യമാണ്. ആ ദേശം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജെറുസലേം തലസ്ഥാനമായിട്ട് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാവണം. അതാണ് തങ്ങളുടെ നിലപാട്. ആ നിലപാടൊക്കെ ഇത്രയും കർക്കശമായ രീതിയിലും ശക്തമായ രീതിയിലും അമേരിക്കയുടെ മുഖത്ത് നോക്കിയിട്ട് അറബ് രാജ്യങ്ങൾ പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാം മൗനത്തിലായിരുന്ന ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അവരുടെ നിലപാടുകൾ പറഞ്ഞു. ഗസയെ ഇല്ലാതാക്കുന്ന ഒരു സംവിധാനം, ഗസക്കാരെ ആട്ടി ഓടിപ്പിക്കുന്ന സംവിധാനം 1945, 1948 കാലഘട്ടത്തിലൊക്കെ ജർമ്മനിയിൽ നിന്ന് ജൂത വിഭാഗത്തിന് എന്തൊക്കെയാണോ തിക്തഫലങ്ങളും പ്രയാസങ്ങളും ഉണ്ടായത് അതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഗസയിൽ സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ചൈന പറഞ്ഞു വെക്കുന്നു. അപ്പൊ യുദ്ധത്തിന്റെ രീതികളൊക്കെ പാറ്റേണൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാണ് മറ്റൊരു രൂപത്തിലേക്കും രീതിയിലേക്കും മാറുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കൃത്യമാണ്. നിലപാടുകൾ ഉറക്കെ പറയുന്ന അറബ് രാജ്യങ്ങളോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ചൈനയും ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാട് പറയുമ്പോൾ അത് യുദ്ധത്തിന്റെ മറ്റൊരു രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്, അല്ലെ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി തയ്യാറാകുന്നത്. രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയവും
രാജ്യത്തിന്റെ പുറത്ത് വ്യത്യസ്ത രാഷ്ട്രങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതും അതോടൊപ്പം തന്നെ ചൈനയും റഷ്യയും അടക്കുന്ന രാജ്യങ്ങളൊക്കെ തങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം പോലെയുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഒരുപക്ഷെ മൂന്നാം ലോക യുദ്ധത്തെ വിളിച്ചു വരുത്തിയത് തുല്യമായിരിക്കുന്ന കാര്യമാണ്. ഒന്നാം ലോക യുദ്ധത്തിന്റെ മകനാണ് അല്ലെങ്കിൽ കുട്ടിയാണ് രണ്ടാം ലോക യുദ്ധം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാര്യം അതിന്റെ തുടർച്ചയായിട്ടാണ് രണ്ടാം ലോക യുദ്ധം ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോരോ വിഷയങ്ങൾ വാക്കാലെ വലിയ പ്രശ്നങ്ങളും വിഷയമായിട്ട് മാറി പിന്നീട് പരിഹരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകും. റഷ്യ നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഉക്രൈനുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരീക്ഷണം നടക്കുകയാണ്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അമേരിക്കയാണ്. അമേരിക്കയുടെ ഇടപെടലാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത വിധം റഷ്യ പ്രയാസപ്പെടുന്നത്. അതുകൊണ്ട് ആ ശത്രുതയും ആ എതിർപ്പും നിലവിലെ സാഹചര്യത്തിൽ റഷ്യക്കുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതോടൊപ്പം തന്നെ ഗസയുടെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഗസയുടെ ഭാഗം എന്ന് പറയാൻ ഗസക്കാരെ ഒഴിവാക്കിയിട്ട് അവിടെ ടൂറിസ്റ്റ് മേഖല സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമല്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ലക്ഷ്യം. ആ മേഖല ലഭ്യമായി കഴിഞ്ഞാൽ പിന്നീട് അവിടെ പെട്രോളിയം ഖനികൾ ഉണ്ട് എന്നുള്ള രഹസ്യ വിവരവും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. ഗസയുടെ ഭാഗങ്ങളിൽ ഗസയുടെ മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് വലിയ രീതിയിലുള്ള പെട്രോളിയം ഖനികൾ കണ്ടെത്തിയതായിരിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിരുന്നു. പിന്നീട് അതൊക്കെ തേച്ചു മാച്ച് കളഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ആ മേഖലയിൽ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റവും വിപ്ലവകരമായിരിക്കുന്ന സൃഷ്ടിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെഡിറ്ററേനിയൻ കടലിലെ ഗസയുടെ തീരത്തോട് ചേർന്നിരിക്കുന്ന പ്രദേശത്തിന് സാധിക്കും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നത്. അങ്ങനെ അവിടെ മാറിക്കഴിഞ്ഞാൽ അവിടേക്കുള്ള ആധിപത്യം പിന്നെ ഇസ്രായേലിന്റെ കൈവശത്തിലേക്ക് വരും. അപ്പൊ അമേരിക്കയുടെ കൈവശത്തിൽ വരുമെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പ്രതിസന്ധി എന്ന് പറയുന്നത് അറേബ്യൻ മേഖല എല്ലാ കാലത്തും ഇസ്രായേലിന് കീഴടങ്ങുന്ന രീതിയിൽ ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. അതിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ശക്തിയുള്ള ആണവായുധ സംവിധാനങ്ങളും യുദ്ധ സംവിധാനങ്ങളും യുദ്ധ ഫാക്ടറികളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. സമാനമായ രീതിയിൽ അറേബ്യൻ മേഖലയിലേക്ക് യുദ്ധ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് യഥാർത്ഥത്തിൽ പ്രതിബന്ധം ഉണ്ടാക്കുന്നത് അമേരിക്കയാണ്. അപ്പൊ അവർക്ക് ആയുധം നൽകണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്ക ആയതുകൊണ്ട് വലിയ ശക്തിയുള്ള ആയുധങ്ങൾ നൽകാതിരിക്കുമ്പോൾ കീഴടങ്ങുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നയ നിലപാടുകൾ മറ്റ് അറബ് രാജ്യങ്ങൾ അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് വൈകിയാണെങ്കിലും അറബ് ലോകത്തിന് മനസ്സിലായിരിക്കുന്നു. ഇപ്പോഴത്തെ പെട്ടെന്നുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാടുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇത്രയാണ്. UN സഭയിൽ വെച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ തുടർച്ചയായ രീതിയിൽ പിന്നീടുള്ള ഒരു പത്രപ്രസ്താവനയിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയുന്നത് സൗദി അറേബ്യയിലേക്ക് ഗസക്കാരെ മാറ്റുകയും അവിടെ ഗസ രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യണം എന്നുള്ളത്. ഇതോടുകൂടിയുള്ള വിഷയം എന്ന് പറയുന്നത് സൗദി അറേബ്യ മാത്രമല്ല അറേബ്യൻ മേഖല മുഴുവനും പ്രതിസന്ധിയാകാൻ വേണ്ടി ഈ ഒരു പ്രയോഗം വലിയ രീതിയിലുള്ള പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അതോടുകൂടി നിലപാട് കൃത്യമായ രീതിയിലും വ്യക്തമായ രീതിയിലും ഓരോരോ രാഷ്ട്രങ്ങളും അവരുടേതായിരിക്കുന്ന നിലപാട് പറയാനും തുടങ്ങി. ഏറ്റവും ഒടുവിലാണ് ഇപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞത് ഗസക്കാർ ജീവിക്കേണ്ട അവിടെയാണ്, തങ്ങൾ പലസ്തീന് പിന്തുണ നൽകും, എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകും. അമേരിക്കയുടെ ഈ കാടത്തപരമായിരിക്കുന്ന നിലപാടും ഇസ്രായേലിന്റെ നിലപാടും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. വളരെ വൈകിയാണെങ്കിലും ചൈന ഇത് പറഞ്ഞതോടുകൂടി യുദ്ധത്തിന് മറ്റൊരു പാറ്റേൺ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ലോകരാഷ്ട്രങ്ങൾ ഫലസ്തീന്റെ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ നിലപാട് പറഞ്ഞിരുന്നു ഏത് തരത്തിലുള്ള സഹായം ഫലസ്തീന് വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തരാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല ഒരുപാട് യുദ്ധ സാമഗ്രികളും യുദ്ധ വിമാനങ്ങളും യുദ്ധ കപ്പലുകളും അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഇറാനിലേക്ക് റഷ്യ പറഞ്ഞയച്ചതും അവരവിടെ സ്വരൂപിച്ചുകൊണ്ട് എന്തെങ്കിലും യുദ്ധ വിഷയം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ പാകത്തിൽ സംവിധാനം ഒരുക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം ഇതിനിടെ തന്നെ പുറത്തു വന്നതാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ചൈനയുടെ നിലപാട്. അപ്പൊ ചൈന കർക്കശമായ രീതിയിൽ തന്നെ ഗസയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലിനെയും മാത്രമല്ല ലോകത്തെ തന്നെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഇനിയൊരു അക്രമമോ യുദ്ധമോ ഉണ്ടാവുകയാണെങ്കിൽ ചൈന നേരിട്ട് ഇടപെട്ടാൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് അവസാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.